അതെ. അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ പെട്രോളിന്റെ കാര്യം, പെട്രോൾ, ഡീസൽ, CNG ഇത് മൂന്നും പറയുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് അബൌട്ട് CNG? ഇപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ സുവർണ്ണകാലമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, CNG ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഹൈഡ്രജൻ കാർ വരുന്നു പറയുന്നു, ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മുടെ വാഹന ലോകത്തെ സുവർണ്ണ കാലഘട്ടമാണ്. ഇപ്പോൾ ആളുകൾക്ക് വാങ്ങാനായിട്ട് ഓപ്ഷൻസ് ഇഷ്ടം പോലെയാണ്. അപ്പൊ ഇതില് ഡീസലിന്റെ പ്രശ്നം വെച്ചാൽ, ഡീസൽ എന്ന് പറയുന്നത് ഓട്ടം ഉണ്ടെങ്കിൽ മേടിക്കാവുന്ന നിലയ്ക്ക് മാറിയിട്ടുണ്ട്. കാരണം ഡീസലിൽ ഇപ്പോൾ റെഗുലേഷൻസ് കാരണം ഇപ്പോൾ BS6 ഒക്കെ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ഒരു സ്വഭാവം മൊത്തം മാറി. നമ്മൾ ആഡ് ബ്ലൂ പോലുള്ള ഫില്ലിംഗ് ഒക്കെ വന്നു. അത് ഡീസൽ മാത്രം അടിച്ചാൽ പോരാ, അതിന്റെ കൂടെ നമുക്ക് ആഡ് ബ്ലൂ കൂടെ അടിക്കണം. അതൊരു എക്സ്ട്രാ ചെലവും എക്സ്ട്രാ ഹെഡേക്കുമാണ്. അപ്പോൾ പെട്രോൾ വണ്ടികൾക്ക് ആളുകൾ മാറാൻ കാരണം അതാ. പെട്രോൾ ആകുമ്പോൾ ഫില്ല് ഷർട്ടിൽ ഫോർഗറ്റ് ഇട്ട് ഹീറോ ഹോണ്ട CD100 പോലെ പരസ്യം പറഞ്ഞ പോലെ മൈലേജ് ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. E20 വേറൊരു വിഷയമാണ്, അതിവിടെ ഉണ്ട്. അപ്പോഴും എനിക്ക് തോന്നുന്നു വാങ്ങാനായിട്ട് ഇപ്പോൾ ഓട്ടം വളരെ കുറവാണ്. വലിയ ഓട്ടങ്ങൾ ഇല്ലെങ്കിൽ പെട്രോൾ തന്നെയാണ് ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ്. അബൌട്ട് CNG കുറിച്ചിട്ടാണ്. CNG നല്ലതാണ്. CNG നല്ലതെന്ന് പറയുമ്പോൾ ഓട്ടം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്കോ CNG വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഇലക്ട്രിക്കിന്റെ അതിന് പവർ ഒന്നും കിട്ടില്ലെങ്കിലും ഡെയിലി യൂസിനൊക്കെ CNG കുഴപ്പമൊന്നുമില്ലാത്ത സംഭവം. ലോങ് റൈഡ്സിനെ ആവുമ്പോഴത്തേക്ക് ലോങ് റൈഡ്സിന് കുഴപ്പമില്ല, പക്ഷേ ഇപ്പോഴും റേഞ്ച് കുറവാണ് CNGക്ക്. 10 കിലോ ടാങ്കുകളാണെന്ന് തോന്നുന്നു ഇപ്പോഴും വണ്ടികൾക്കുള്ളത്. അത് ഒരുപാട് ദൂരം കവർ ചെയ്യാൻ പറ്റില്ല. മൂന്നാർക്ക് പോകുമ്പോൾ അവിടെ ഡിപ്പെൻഡൻസി പറഞ്ഞിട്ടു. അതായത് ടാക്സിക്കാർ പറയുന്നത്, നമ്മളെന്നും ക്യാബിൽ പോകുന്നതാണല്ലോ, അവർ അങ്ങോട്ട് പെട്രോളിൽ പോയിട്ട് അല്ല, അങ്ങോട്ട് CNG പോയിട്ട് തിരിച്ച് പെട്രോൾ വരണം എന്നൊക്കെ പറയാം. CNG അത്ര ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആയിട്ടില്ല തോന്നുന്നു. CNG പമ്പുകൾ അവൈലബിൾ ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കാസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കുറച്ച് റീസൺ നാളുകളായിട്ട് പല കാസും ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കത്തുന്നു, ഇങ്ങനത്തെ കുറെ ന്യൂസസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താണ് അതിന്റെ പിന്നില്? മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ചില കാറുകൾ കത്തുന്നത്, ഒരു വണ്ടി തുളയ്ക്കുന്ന ഒരു ന്യൂസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ E20 വന്നപ്പോൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ലീക്കായിട്ട് പെട്രോൾ തീ പിടിച്ച് കത്തിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നത് എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ പറയുന്ന കാര്യമാണ്. പിന്നെ കൂടുതൽ കത്തുന്ന വണ്ടികൾ എന്ന് പറയുന്നത് റെനോ ഡസ്റ്റർ പോലുള്ള വണ്ടികൾ കത്തുന്നുണ്ട്. അത് മിക്കവാറും തന്നെ അതിനകത്തെ ഒരു പാഡിങ്ങിലേക്ക് എക്സോസ്റ്റിന്റെ ടച്ച് വന്നിട്ട്, അത് കാലപ്പഴക്കം വരുമ്പോൾ ഇതൊക്കെ ഇളകി വീഴുമല്ലോ, അങ്ങനെ ടച്ച് ചെയ്ത് തീ പിടിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അതും പറഞ്ഞ മാതിരി അത്ര വലിയ തെളിവായിട്ട് പറയില്ല. റീൽസ് കേട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല, നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ തീ പിടിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. പിന്നെ നോക്കാത്ത പ്രശ്നങ്ങൾ, അതുപോലെ എന്താ പറയുക, വണ്ടി മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടികൾക്ക് പ്രശ്നങ്ങൾ വരാം. അത് ഓയിൽ മര്യാദയ്ക്ക് മാറാതിരിക്കുക, ഓവർ ഹീറ്റായിട്ട് കത്തിപ്പോവുക, അങ്ങനെ കാര്യങ്ങളൊക്കെ വരാം. പലപ്പോഴും കെയർലെസ്നെസ്സും പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്ത കാരണങ്ങൾ കൊണ്ടും കത്തി പോകാറുണ്ട്. അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കത്തുന്നത് നമ്മുടെ പ്രശ്നമാണോ അതോ കാറിന്റെ പ്രശ്നമാണോ, എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, കാറിന്റെ പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ കൂടി പ്രശ്നമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മളത് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കി ഓടിക്കുന്ന വണ്ടികൾക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ, എല്ലാ വണ്ടി കത്തുന്നില്ലോ. അപ്പോൾ ആക്സിഡന്റുകളെല്ലാം ഞാൻ പറയുന്നത്, ചില വണ്ടികൾ ഈ പറഞ്ഞ മാതിരി ആ ഹാങ് ചെയ്ത് കിടക്കുന്ന ബോണറ്റ് ഇൻസുലേഷൻ കാണാതിരിക്കുക, ബോണറ്റ് പൊക്കി നോക്കിയിട്ട് വർഷങ്ങളായ വണ്ടികളായിരിക്കും മിക്കവാറും. സാധാരണക്കാർ ചെയ്യുന്ന കാര്യമില്ല, സർവീസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് ടർബോ ഒക്കെ വർക്ക് ചെയ്യുന്ന അതിന് മാത്രം ഹീറ്റിലാണ്, അതിനകത്തേക്ക് പോകുന്നു, തീ പിടിക്കുന്നു. അങ്ങനെ ചെറിയൊരു തീപിടുത്തം മതിയല്ലോ, ഇതെല്ലാം ഇഗ്നൈറ്റ് ചെയ്യുന്ന നിങ്ങൾ കൊണ്ടുനടക്കുന്ന പെട്രോളാണ് നമ്മുടെ സീറ്റിന്റെ അടിയിൽ. ബോംബ് പോലെ അത്രയും ഭീകരമായിട്ടുള്ള ഒരു ലിക്വിഡാണത്, അല്ലെങ്കിൽ ഡീസലാണെങ്കിലും കത്തിപ്പിടിക്കാൻ എളുപ്പമാണ്. അപ്പം സത്യം പറഞ്ഞാൽ ചെറിയൊരു സ്മോക്ക് വരുമ്പോൾ തന്നെ പലർക്കും രക്ഷപ്പെടാൻ പറ്റാണ്ട് കാറിൽ അകപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അൺഫോർച്ചുനേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ അതിനകത്തുണ്ട്. ഈ ബേസിക് സേഫ്റ്റി അവയർനെസ് ആർക്കും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ വിമാനത്തിൽ പോകുന്നു, നിങ്ങൾക്ക് എയർ ഹോസ്റ്റ് പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ വിമാനത്തിന് അപകടം വരാൻ സാധ്യതയില്ല, പക്ഷെ അപ്പോഴും നമ്മളിത് കേട്ട് നിൽക്കും, നമുക്ക് എങ്ങനെ പോകണം, എമർജൻസി എക്സിറ്റ് എവിടെയെന്നൊക്കെ അറിയാൻ പറ്റും. കാർ മേടിക്കുമ്പോൾ നമ്മൾ കാറിന്റെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്, അല്ലാണ്ട് ഇതിന്റെ സീറ്റ് ബെൽറ്റ് ലോക്കായി പോവുക, അല്ലെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ പ്രീ ടെൻഷനാണ്, വലിച്ച ടക്കുന്നാവും, മെല്ലെ എടുത്താൽ വരും. ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? അറിയില്ല. അപ്പൊ അത് വലിച്ച് ആ പാനിക്കായിട്ട് വലിക്കുമ്പോൾ ലോക്ക് ചെയ്തിടും, ഊരാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കത് അത്രേ അതിനെ കുറിച്ച് മെല്ലെ എടുത്ത് തുറന്നു പോരാൻ പറ്റും. പിന്നെ ആ സീറ്റ് ബെൽറ്റിന്റെ ബക്കിൾ വെച്ച് ഗ്ലാസ് പൊട്ടിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കാണുന്ന റീലുകളും കാണുന്ന വീഡിയോസും ഒക്കെ നമ്മൾ എന്റർടൈൻമെന്റിന് മാത്രമല്ലാണ്ട് ഇൻഫോർടൈൻമെന്റ് പോലെ അല്ലെങ്കിൽ ഇൻഫർമേഷന് കൂടി വേണ്ടി കാണണം എന്നാണ് പറയുന്നത് ഓണേഴ്സിനോട് പറയുന്നത്. പിന്നെ ഓണേഴ്സ് മാനുവൽ വായിക്കണം, ഓണേഴ്സ് മാനുവൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഡ്രൈവിംഗിന്റെ കാര്യം പറയുകയാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എല്ലാവരും കംപ്ലീറ്റ്ലി അവെയർ ആണെന്ന് പറയാൻ പറ്റുമോ? അത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമെന്നല്ല പറയാൻ പറ്റുക. ലൈസൻസ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാനുള്ളതല്ല. പല ആൾക്കാരും വണ്ടിയുടെ ലൈസൻസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ സിം കാർഡ് എടുക്കാനുള്ളതാണ്. എന്നുവെച്ചാൽ വണ്ടി ഓടിക്കാൻ അറിയില്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല. ടെസ്റ്റ് എങ്ങനെയോ പാസ്സായി, ലൈസൻസ് കിട്ടി, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു പല ഡ്രൈവിംഗ് സ്കൂളുകളും കോഴ്സ് വരെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ലേ, വരൂ ഞങ്ങൾ പഠിപ്പിക്കാം, അങ്ങനെ പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണല്ലോ, അതൊരിക്കലും അത് ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് എന്താ, ലൈസൻസ് കിട്ടാൻ ടെസ്റ്റ് എടുക്കണം, ഇടണം, വണ്ടി ഓടിച്ച് കാണിക്കണം, ഡൺ, ലൈസൻസ് കിട്ടി. അത്രേ ഉള്ളൂ. ശരി, ഒരുപാട് പേരുണ്ട് അങ്ങനെ ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ഓടിക്കാനായിട്ട് പേടിയുള്ള ആളുകളുണ്ട്.
അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഇത് എവിടുന്നാ നമ്മളിതൊക്കെ പഠിക്കേണ്ടത്, ഈ അവയർനെസ് എവിടുന്നാ കിട്ടേണ്ടത്? അത് പഠിക്കുമ്പോൾ നമ്മൾ ചേരാൻ പോകുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ ഏത് ഡ്രൈവിംഗ് സ്കൂൾ ആവട്ടെ, നിങ്ങൾ അവിടെ പറയേണ്ടത് എനിക്ക് ലൈസൻസ് വേണമെന്നല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം എന്നാണ്. അവിടെയാണ് ആദ്യത്തെ പ്രശ്നം വരുന്നത്. നമ്മൾ പോകുന്നത് എന്തിനാ, എനിക്ക് ലൈസൻസ് എടുക്കണം എന്നുകൊണ്ടാണ്. അത് മാറി എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നാണ് തീർന്ന്, അവിടെ തന്നെ പരിപാടി തീർന്നു. പിന്നെ അവർക്ക് നിങ്ങൾക്ക് ലൈസൻസിന് വേണ്ടി എച്ചിടാനുള്ള ഷോർട്ട് കട്ടുകളോ അതല്ലെങ്കിൽ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല, റോട്ടിൽ ഓടിക്കാൻ പറ്റണം, ആളുകളെ കണ്ട പേടി വരരുത്, മറ്റു വണ്ടി വരുമ്പോൾ പേടിക്കരുത്, അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം ലൈസൻസ് എടുക്കുന്ന സംഭവമുണ്ട്. ഇപ്പൊ ടെസ്റ്റ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ കൂടിയ കുറെ ടെസ്റ്റുകൾ വരുത്തിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഷോർട്ട് കട്ടുകളിലൂടെ. ഇപ്പൊ നിങ്ങൾ എന്ത് ടെസ്റ്റ് വെച്ചോ ആ ടെസ്റ്റ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ അത് ജയിക്കാം. അത് എത്ര വലിയ ഒരു പ്രശ്നമാണെങ്കിലും അത് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത്. പല ഡ്രൈവിംഗ് സ്കൂൾസിലും ഈ എച്ച് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു റൂട്ട് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതാ പ്രശ്നം. അത് ഡ്രൈവിംഗ് ആണ് അല്ല പഠിപ്പിക്കുന്നത്, ലൈസൻസ് എടുക്കാനാണ് പഠിപ്പിക്കുന്നത്. അതല്ല വേണ്ടത്. ലൈസൻസ് എടുക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം ഡ്രൈവിംഗ് പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. അതാണ് എന്റെ ഏറ്റവും വലിയ ഫിക്സ് എന്ന് പറയുന്നത്. അതെ. അതുപോലെ തന്നെ ഇപ്പൊ മേ ബി അത്യാവശ്യം നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടും അറിയുന്ന ആളുകൾ പോലും മേ ബി ലൈസൻസ് എടുക്കാതെ വെയിറ്റ് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലോ ലൈസൻസ് എടുക്കാൻ. അത് അവരുടെ കണ്ണന്തിരിവ് എന്ന് പറയാൻ പറ്റും. കാരണം അത് അപകടം അറിയാനായിട്ടാണ്. കാരണം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അകത്ത് പോകുന്നുള്ള ഒന്നാമത്തെ കാര്യം, ഇൻഷുറൻസിന്റെ ഒരു കവറേജ് കിട്ടില്ല രണ്ടാമത്തെ കാര്യം, വീട് വരെ വിറ്റിട്ട് കടം വീട്ടേണ്ടി വരും. അതാണ് അതിന്റെ അവസ്ഥ. അതറിയാത്ത അറിവില്ലായ്മയും ഈ കണ്ണന്തിരിവും കൊണ്ടാണത് അങ്ങനെ എടുക്കാത്ത. ഈ കണ്ണന്തിരിവുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു കാറ് അല്ലെങ്കിൽ ഒരു കാറ് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് മസ്റ്റ് ഹാവ് ആണോ അതോ ഒരു ലക്ഷറി ആണോ, അതിനെ എങ്ങനെ പറയാൻ പറ്റും? ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ്, എനിക്ക് ഉത്തരം തരാൻ ഇഷ്ടപ്പെടുന്ന ക്വസ്റ്റൻ ആണ്. കാരണം കാർ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ വേണ്ടി മേടിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ കാറുകൾ എന്ന് പറയുന്നത് സ്റ്റാറ്റസിനും അല്ലെങ്കിൽ എന്താ പറയുക കാണിക്കാനും വേണ്ടി കാണിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഒട്ടും ഓട്ടമില്ലാത്ത ആളുകൾ വണ്ടി വാങ്ങി വീട്ടിലിടും, അല്ലേ? അപ്പൊ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് വണ്ടി വാങ്ങിയാൽ ഓടിക്കണം എന്നാണ്. വണ്ടി വാങ്ങിയാൽ ഓടിക്കണം, ആ വണ്ടിനെ യൂസ് ചെയ്യണം. അത് എന്തിനാണ് മീൻ ടു ബി, അത് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും വണ്ടികളുള്ള ആളുകളോട് പറയാനുള്ളത് വണ്ടി ഓടിക്കൂ, അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്ത് ഓടിച്ച് അത് മനസ്സിലാക്കി അതിന്റെ കൂടെ ചെയ്യും. നമ്മളൊരു വണ്ടി മേടിച്ച് റോൾസ് റോയ്സ് ആവട്ടെ അല്ലെങ്കിൽ ഏത് വണ്ടി ആവട്ടെ, അതിനകത്ത് അൾട്രാ കംഫർട്ടാണ് അല്ലെങ്കിൽ അതിനകത്ത് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. പക്ഷെ അത് പോർച്ചിലിട്ട് കാര്യമില്ല, അതിനകത്ത് കയറി ഇരുന്ന് ലോങ് യാത്ര ചെയ്ത് അതിന്റെ ഒരു ഫീൽ കിട്ടണ്ടേ, അതല്ലേ എന്റെ ആവശ്യം. അതെ. ഈ പ്രീമിയം കാർസ് എല്ലാം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ്സ് ആണോ നമ്മുടേത്? അതും ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നമുക്ക് റോഡ് അത്ര വലിയ ഭീകരമായിട്ട് വേണമെന്നൊന്നുമില്ല വണ്ടി ഓടിക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന വണ്ടി ഇപ്പോൾ ലാംബോർഗിനി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വലിയ വണ്ടിയാണെങ്കിലും ഇപ്പൊ നമ്മൾ ടോപ്പ് സ്പീഡിൽ ഓടിച്ചു പോവല്ല, നമ്മളത് ആ വണ്ടി ഓടിക്കാൻ പറ്റിയ സ്പീഡിൽ വേഗം ഓടിച്ചെത്തി 0 to 100 ടൈമിംഗ് എന്ന് പറയില്ലേ, നമ്മൾ 100ലേക്ക് പെട്ടെന്ന് എത്തുന്നു, ആ സ്പീഡിൽ കീപ്പ് ചെയ്ത് ഓടിച്ചു പോകുന്നു. അങ്ങനെ ഒരു ഫണ്ണുണ്ട് അതിനകത്ത്. റോഡ് മാറ്റർ അല്ല, സീരിയസ്ലി അല്ല. ഏത് റോഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും, ഏത് കാറാണെങ്കിലും ഓടിക്കാൻ പറ്റും, അങ്ങനെ ഒരു പ്രശ്നമില്ല. അതെ. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഒരു പുതിയതായിട്ട് ഒരു കാറ് വാങ്ങാനായിട്ട് ഇരിക്കുന്ന ഒരാളാണ്, ഇതുവരെ ഒരു കാറ് എടുത്ത് പരിചയമേ ഇല്ല, പുതിയതായിട്ട് വാങ്ങാൻ പോവാണ്, ഒരു ബിലോ 30 years ഉള്ള ഒരാളാണ്. എന്ത് ആയിരിക്കും അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്തായിരിക്കും എടുക്കുന്നതിന് മുമ്പ് ഒരു അഡ്വൈസ്? ഞാൻ അടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സിനും ഇഗ്നോർ ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഇൻഫർമേഷന് വേണ്ടി വീഡിയോ കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. സ്വന്തമായിട്ട് ഓടിച്ച് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തീരുമാനിക്കുക. അതായത് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ വണ്ടി ആദ്യമായിട്ട് ഓടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ള വണ്ടികളും അല്ലെങ്കിൽ 3-4 വണ്ടികളൊക്കെ ഓടിച്ചൊരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള അവസരമാണ് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന കാരണം എന്ന് പറയുമ്പോൾ വണ്ടി മേടിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് അത്രയും വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് തോരേണ്ടതുക അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുക. ആ സമയത്ത് എല്ലാ വണ്ടി ഓടിക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് അറിയാനും മേ ബി നെഗറ്റീവും പോസിറ്റീവ്സ് അറിയാനൊക്കെ വേണ്ടിയിട്ട് വീഡിയോസ് കാണുക, എന്നിട്ട് തീരുമാനിക്കുക. അതുകൊണ്ട് ആരും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയായിക്കൊള്ളുന്നില്ല, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്കും കുറേ കാര്യങ്ങളൊക്കെ പുതിയ കുറേ നല്ല ഓൾമോസ്റ്റ് എല്ലാം നല്ല പുതിയ നോളജുകളായിരുന്നു. താങ്ക് യു സോ മച്ച്.